ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ നിന്ന് അരുൺ അമർനാഥ് കൂടി ചേരുന്നുണ്ട്. അരുൺ, നെഞ്ച് പിളർക്കുന്ന കാഴ്ചകളാണ്. ഓരോരുത്തരുടെയും സങ്കട മുഖങ്ങൾ അതൊരു ചിത്രമായി, ദൃശ്യമായി നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്. പക്ഷേ ഇവിടെ ഇരുന്ന് എത്രയോ അകലങ്ങളിൽ ഇരുന്ന് നമുക്ക് ആ വേദന മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഉള്ളും നീറുകയാണ് അരുൺ. ഉമ്മൈബാൻ, ഈ 4 കുട്ടികളുടെയും വീട് ഈ ഒരു 500 മീറ്റർ പരിധിയിൽ തന്നെ വരുന്നതാണ്. എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്. അത്രമേൽ സൗഹൃദം പുലർത്തിയവരാണ്. എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അവർ 5 പേരായിരുന്നു ഇന്നലെ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അജ്ന എന്ന ആ കുട്ടിയുടെ വാക്കുകൾ ഇന്നലെ കേട്ടാണ്. അജ്നയുടെ വീട്ടിൽ പോയപ്പോൾ അജ്നയ്ക്ക് നൊമ്പരത്തോടെ അല്ലാതെ ആ ഒരു നടുക്കം വിട്ടുമാറാതെ അജ്നയ്ക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അജ്ന പറഞ്ഞത്, അതായത് ഇവർ 5 പേരും ഒരുമിച്ച് നടക്കും. അജ്ന മാത്രം അത്ര മിഠായി എല്ലാം വാങ്ങി പങ്കുവെച്ച് ഇവരുടെ എക്സാം ബോർഡെല്ലാം മറ്റ് ബാഗുകളിലെല്ലാം പരസ്പരം പങ്കുവെച്ച് തിരിച്ചു നടക്കുമ്പോൾ ഈ അജ്ന കുറച്ച് അകലം പാലിച്ചിരുന്നു. കുറച്ച് അകലത്തിലായിരുന്നു ഈ കുട്ടികളുമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് അജ്നയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടി മാറാൻ സാധിച്ചതെന്നാണ്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇർഫാന എന്ന കുട്ടിയുടെ ഉമ്മയുൾപ്പെടെ ആ ഒരു രംഗം കണ്ടു നിൽക്കേണ്ടി വന്ന അത്ര ദയനീയമായ, ദാരുണമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും വേദനയുണ്ടാക്കുന്ന ഒരു മണിക്കൂറുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ മണ്ണാർക്കാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഐഷയുടെ വീട്ടിലാണ്. ഐഷയെ പറ്റി പറയുമ്പോൾ ഐഷയ്ക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമാണുള്ളത്. മൂത്ത സഹോദരിമാരാണ്. ഇളയ ഒരു അനുജനുമാണുള്ളത്. ഐഷയുടെ പഠനത്തിലെ മികവും കലാപരമായ മിടുക്കുമൊക്കെ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഐഷ ഒപ്പനയിലെ മണവാട്ടിയായിരുന്നു. സ്ഥിരം അത്തരം കലാപരിപാടികളിലൊക്കെ സജീവമായ ആളാണ്. ഐഷ മാത്രമാണ് മറ്റൊരു ഡിവിഷനിൽ ഉണ്ടായിരുന്നത്. ബാക്കി 4 പേരും ഒരു ക്ലാസ്സിലായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന 5 പേരിൽ 4 പേരും ഒരു ക്ലാസ്സിലാണ്. ഐഷ മറ്റൊരു ഡിവിഷനിൽ. അപ്പോൾ ഈ കുട്ടികളുമായി അത്രയും സൗഹൃദം പുലർത്തി അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ നമുക്ക് കാണാം. അത്രയും സൗഹൃദത്തിൽ അത്രയും ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, യാതൊരു പ്രതീക്ഷിക്കാതെ വന്നെത്തിയ ഒരു അപകടം. അത് ഈ നാടിൻ്റെ തന്നെ പ്രതീക്ഷകളായ ഈ ഓമനകളുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്നുള്ളത് നാടിന് ഇപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇവിടേക്ക് വരുന്ന ആളുകളുടെ ഒക്കെ അവരൊക്കെ ഒരു അനിശ്ചിതത്വത്തിലാണ്. അവരൊക്കെ ഒരു നിശ്ചലമായ സ്ഥിതിയിലാണ്. ഓരോരുത്തരുടെയും വാക്കുകളിലേക്ക് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അത്രമേൽ എല്ലാവർക്കും സുപരിചിതരായ കുട്ടികളാണ്. കാരണം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വെറും ഒരു 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ ഇവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക്. എന്തായാലും ഈ ചടങ്ങുകളൊക്കെ ഈ പൊതുദർശനം ഈ ഹാളിൽ നടക്കും. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിയാൽ മറ്റ് പ്രാർത്ഥനകളുമൊക്കെ ഈ വീട്ടിൽ വെച്ചാണ് നടക്കുക. ഐഷയുടെ ബന്ധുക്കളെല്ലാം തന്നെ, സഹോദരിമാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നാടിന് ഈ ഒരു വേദന താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് എന്നുള്ളത് തന്നെയാണ് ഉമ്മൈബാൻ. ആ ഒരു വേദന നാട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എന്നും ഈ ആയുഷ്കാലം മുഴുവൻ അതൊരു കറുത്ത ഓർമ്മയായി തന്നെ സൂക്ഷിക്കപ്പെടും ഈ അപകടം എന്നുള്ളത് തന്നെയാണ് ഉമ്മൈബാൻ. അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഐഷയുടെ കാര്യം. ഐഷ ഈ കലോത്സവ വേദിയിലെ ആ സ്കൂളിൽ നിന്ന് സ്ഥിരം മണവാട്ടി വേഷം കെട്ടിയിരുന്ന ആളാണ്. അവൾ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ചിത്രം ഇന്നലെ കണ്ടിരുന്നു. വല്ലാതെ നെഞ്ച് പിടഞ്ഞു. നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ ആ രക്ഷപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ പോലെ പെട്ടെന്ന് ഇവർക്ക് ഒന്ന് ചാടി മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുന്നു. ആ 4 പേരും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ആ വലിയ ലോറിക്കടിയിൽപ്പെട്ട് അവരുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അസ്തമിക്കുകയായിരുന്നു. ഐഷയുടെ വിയോഗം അത് ഉൾക്കൊള്ളാൻ ഐഷയുടെ അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരികളുടെ 500 മീറ്റർ ഡിസ്റ്റൻസ് അത്രമാത്രം അകലേ ഉള്ളൂ ഈ വീടുകൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇവർ സ്കൂള് ഉള്ള സമയത്തും സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വീടുകളിലേക്ക് പോകുന്നതും ഒരുമിച്ചായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് കാണുന്നതും പതിവായി സംസാരിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. മദ്രസ കാലം മുതലുള്ള കൂട്ടായിരുന്നു. അത്രമാത്രം ഇഴചേർന്ന ആത്മബന്ധമുള്ളവരായിരുന്നു. അവരാണ് ഇപ്പോൾ കൈ ചേർത്ത് പിടിച്ച് ആ റോഡരികിലൂടെ നടന്ന് ഒടുവിൽ കൈ ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് അവർ മടങ്ങുകയാണ്. തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 6 അടി മണ്ണിലേക്ക് അവർ ഒരുമിച്ച് ചേരുകയാണ്. ആ അന്ത്യയാത്ര അതാണ് ഇന്ന് നടക്കുന്നത്. അവരെ കാത്ത്, പ്രിയപ്പെട്ടവരെ കാത്ത്, അവരുടെ കുഞ്ഞു മക്കളെ കാത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ
സ്നേഹനിധികളായ പെൺമക്കളെ കാത്ത് ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ പുലർച്ചെ തന്നെ അവർ ആരും കരിമ്പയിൽ ആരും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. ഈ വേദന താങ്ങാനാകാതെ അത്രമേൽ ഹൃദയഭാരത്തോടെയാണ് അവർ ഓരോരുത്തരും ഇന്നലെ പ്രതികരിച്ചത്. വലിയ തോതിലുള്ള നോവാണ് ഇത് കേരളത്തിന് നൽകുന്നത്. ഇത് നമ്മുടെ കൂടി കണ്ണീരായി മാറുകയാണ്. കരിമ്പയിലെ ആ ഗ്രാമം മാത്രമല്ല, കേരളത്തിൻ്റെ നെഞ്ചും ഉലഞ്ഞു പോവുകയാണ് ഈ ഉള്ളു നീർന്ന അപകട വാർത്ത കേട്ട്. ഇവർ ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ മരണത്തിൻ്റെ കൈകളിൽ നിന്ന് ഇവർ ഒന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അത്രമാത്രം, അതായത് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുഞ്ഞു മക്കളാണ്. എത്രയോ പ്രതീക്ഷയോടെ കലാരംഗത്തൊക്കെ തിളങ്ങിയ പ്രതിഭകളാണ്. അവരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി ആ വീടുകളിലേക്ക് ചേതനയറ്റ ദേഹമായി എത്തുന്നത്. അരുൺ, അത് വലിയൊരു നോവായിട്ട് ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. അതായത് എത്ര കാലം മാഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഈ നോവ് അങ്ങനെ മാഞ്ഞു പോകില്ല എന്നാണ് അവിടെയുള്ള ഇവരുടെ കുഞ്ഞു സുഹൃത്തുക്കൾ, അവർക്കും 13 വയസ്സാണ്. അവർ പറയുന്നത്, നിങ്ങളൊക്കെ ഈ വിഷയം മറന്നാലും ഇത് ഞങ്ങളുടെ ഉള്ളിൽ നോവായിട്ട് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ഗോകുലിനോട് പ്രതികരിച്ചതാണ് ഒരു കുട്ടി. അത്രമാത്രം പ്രിയപ്പെട്ട സ്നേഹത്തോടെ അവർ കണ്ടിരുന്ന കുഞ്ഞുമക്കൾ ഒരു അനാസ്ഥയുടെ ഇരയായി മാഞ്ഞു പോകുകയാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതൊരു വലിയ നോവായിട്ട് തന്നെ അവശേഷിക്കും. അരുൺ, കേരളത്തിൻ്റെ തന്നെ നോവാണ്. നമ്മളൊന്നും ഈ ഒരു ആയുഷ്കാലം മൊത്തം ഒരു കറുത്ത ഓർമ്മയായി തന്നെ ഈ കരിമ്പയിലെ അപകടം അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം കേരളം ഒരു അപകടത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം ആലപ്പുഴയിലെ ആ അപകടത്തിൽ നമുക്ക് നഷ്ടമായ നമ്മുടെ ജീവനുകൾ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനുകൾ, അതിന് പിന്നാലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത കൂടി കേരളത്തിന് ഞെട്ടലോടെ കേൾക്കുന്നത്. അതിൽ നമ്മൾ കണ്ടു ഒരു നാടിൻ്റെ രോഷം ഉൾപ്പെടെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് അത്തരത്തിലുള്ള പരാതികൾ കാലാകാലങ്ങളായി റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ ചൊല്ലിയുള്ള പരാതികൾ നാട്ടുകാർ പറഞ്ഞു മടുത്തതാണ്. അതിൽ കൂടി ഒരു നാട്ടുകാരൻ്റെ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ. ഇന്ന് പറയും നാളെ മറക്കും എന്നുള്ളതാണ് പറഞ്ഞത് റോഡുമായി ബന്ധപ്പെട്ട്. അങ്ങനെയല്ല, ഇനി അവർക്കൊരു ഉറപ്പ് തന്നെ കിട്ടിയേ തീരൂ. അത് ഒരു യാഥാർത്ഥ്യമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ വേദന കണ്ടത്, ഈ നാട് അനുഭവിക്കുന്ന ഈ ദുഃഖം കണ്ടെങ്കിലും ഈ കണ്ണ് തുറക്കേണ്ടവർ തുറക്കണം. അധികൃതർ ഇത് ഇനിയും തിരിച്ചറിഞ്ഞേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇനി ഒരു അപകടം താങ്ങാനുള്ള ശേഷി, ഇനി ഒരു ഇത്തരത്തിലൊരു അവസ്ഥ താങ്ങാനുള്ള ശേഷി ഈ നാടില്ല. അത്രമേൽ ദുഃഖിതരാണ്. അത്രമേൽ ആത്മബന്ധം പുലർത്തിയ, അത്രമേൽ സൗഹൃദമുണ്ടായിരുന്ന ആ 4 പേർ. ഇന്നലെ ഉൾപ്പെടെ ആ അജ്നയുടെ വാക്കുകൾ തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ മിഠായി വാങ്ങി, സ്നേഹം പങ്കിട്ട്, അവരുടെ പരസ്പരം എക്സാം ബോർഡുകളൊക്കെ മറ്റൊരാളുടെ ബാഗിലായിരുന്നു, അതെല്ലാം ഒരാളുടെ ബാഗിലേക്ക് കൈമാറി കഥകൾ പറഞ്ഞ് ആ നല്ല നിമിഷങ്ങൾ, എന്തെല്ലാം ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് പോയവരാണ്. ഇനിയും എന്തെല്ലാം കഥകൾ പറഞ്ഞ്, എന്തെല്ലാം കാര്യങ്ങൾ, വിശേഷങ്ങൾ, ജീവിതത്തിൻ്റെ നല്ല നാളുകൾ പങ്കിടാനുള്ളവരായിരുന്നു. പക്ഷേ അവർ മരണത്തിന് മുന്നിൽ മരണത്തിൽ അവരൊന്നിച്ചു എന്നുള്ളത് അത് തന്നെയാണ് ഈ നാടിൻ്റെ കണ്ണീരോടെ അല്ലാതെ ഇവിടെ ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരുടെ സ്കൂളിലായാലും വിദ്യാലയത്തിന് പുറത്തുള്ള അവധി ദിവസങ്ങളിലായാലും ഒക്കെ പരസ്പരം കണ്ട് അത്തരത്തിലുള്ള അവരുടെ നല്ല നിമിഷങ്ങൾ പങ്കിടുന്നവരാണ്. ഈ ഒറ്റൊരു അപ്രതീക്ഷിക്കാതെ എത്തിയ ഈ ഒരു അപകടം അത് ഈ 4 പേരെയും ഈ നാടിൻ്റെ പ്രിയങ്കരായിരുന്ന ഈ കുട്ടികളെ ഇനി ഈ നാട്ടിലില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. അതെ അരുൺ, തീർച്ചയായിട്ടും ഈ ഹൃദയവേദന അത് വളരെ വലുതാണ്. നിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ലിഷോയ് കൂടി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ നിദ ഫാത്തിമയുടെ വീട് അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറി മറ്റുള്ള മരിച്ച കുഞ്ഞുങ്ങളുടെ വീട്, അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും വിലാപങ്ങൾ ഉയർന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു രാത്രി അവർ ഇരുട്ടി വെളുപ്പിച്ചത് എങ്ങനെയെന്ന് അറിയില്ല.